നമസ്കാരം. ജനുവരി 15 വൈകുന്നേരം സ്കൂൾ വിട്ടു വന്ന മിഹിർ അഹമ്മദ് എന്ന 15-കാരൻ തൃപ്പൂണിത്തറയിലെ അവര് താമസിച്ചിരുന്ന ഫ്ളാറ്റിന്റെ 26-ാം നിലയിൽ നിന്ന് താഴേക്ക് ചാടി. മിഹിർ അഹമ്മദിന്റെ മരണത്തിന് ശേഷം അവന്റെ വീട്ടുകാർക്ക് അവൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്തതെന്ന് ഒരു ഐഡിയയും ഉണ്ടായിരുന്നില്ല. അങ്ങനെ മാതാപിതാക്കൾ അന്വേഷിച്ചപ്പോഴാണ് മിഹിർ അഹമ്മദിന്റെ പേരിൽ ഇൻസ്റ്റഗ്രാമിൽ ഒരു ചാറ്റ് ഗ്രൂപ്പ് ഉണ്ടായ കാര്യം ഇവരറിയുന്നത്. ആ ചാറ്റ് ഗ്രൂപ്പ് 2 ദിവസത്തിനുള്ളിൽ തന്നെ ഡിലീറ്റ് ആയിപ്പോയി. അപ്പൊ ആ ചാറ്റ് ഗ്രൂപ്പിൽ വന്ന മെസ്സേജിൽ നിന്നും ഒപ്പം മിഹിർ അഹമ്മദിന്റെ സഹപാഠികളിൽ നിന്നുമാണ് മാതാപിതാക്കൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് മിഹിർ പഠിച്ച സ്കൂളിലെ കുറച്ച് വിദ്യാർത്ഥികളിൽ നിന്ന് മിഹിറിന് നേരിടേണ്ടി വന്നിട്ടുള്ള ക്രൂരമായ റാഗിങ്ങിനെ കുറിച്ച്. ഒരു രീതിയിലുള്ള മനുഷ്യത്വവും കാണിക്കാത്ത രീതിയിലുള്ള റാഗിംഗ് ആയിരുന്നു മിഹിറിനോട് ആ വിദ്യാർത്ഥികൾ കാണിച്ചത്. അപ്പൊ മിഹിർ പഠിച്ചിരുന്നത് ഗ്ലോബൽ പബ്ലിക് സ്കൂൾ എന്ന് പറയുന്ന തിരുവാണിയൂരിലുള്ള സ്കൂളിലാണ്. ആ സ്കൂളിൽ മിഹിർ വന്ന് ചേർന്നിട്ട് ഏകദേശം 3 മാസമേ ആയുള്ളൂ. ഇതിനു മുമ്പ് മിഹിർ പഠിച്ചിരുന്നത് ജെംസ് മോഡേൺ അക്കാദമി എന്ന കൊച്ചിയിലെ തന്നെ വേറൊരു സ്കൂളിലാണ്. അപ്പൊ ആ സ്കൂളിൽ നിന്നും മിഹിറിന് നേരിടേണ്ടി വന്നത് ഭയങ്കര വിഷമിപ്പിക്കുന്ന രീതിയിലുള്ള അനുഭവങ്ങളാണ്. അപ്പം മിഹിറിന് ആ സ്കൂളിൽ നിന്ന് എന്തോ ഒരു മിസ്കണ്ടക്ട് കാണിച്ചതിന്റെ പേരിൽ 7 ദിവസത്തെ സസ്പെൻഷൻ കൊടുത്തു. അപ്പം എന്താണ് കാരണമെന്ന് കൃത്യമായിട്ട് വ്യക്തമല്ല. പക്ഷേ മിഹിറിന്റെ അമ്മയുടെ ഇമെയിലിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ച കാര്യം, മിഹിറിനോട് ആ സ്കൂളിലെ ഒരു പെൺകുട്ടി എന്തോ പ്രവോക്ക് ചെയ്യുന്ന രീതിയിൽ സംസാരിച്ചപ്പോൾ മിഹിർ തിരിച്ച് നല്ല രീതിയിൽ റിയാക്ട് ചെയ്തു. അങ്ങനെ മിഹിറിന് മാത്രം സ്കൂളുകാർ സസ്പെൻഷൻ കൊടുത്തു. 7 ദിവസം കഴിഞ്ഞിട്ടും മിഹിറിനെ ക്ലാസ്സിൽ കയറ്റാൻ വേണ്ടി സ്കൂളുകാർ തയ്യാറായില്ല. പകരം മിഹിറിനെ ഐസൊലേഷനിൽ ഇരുത്തിയാണ് പഠിപ്പിച്ചത്. മിഹിറിനെ എക്സാം എഴുതിപ്പിച്ചത് പോലും ഒറ്റയ്ക്ക് ഒരു ക്ലാസ് മുറിയിൽ ഇരുത്തിയാണ്. അങ്ങനെ മിഹിറിന് ഭയങ്കര മാനസികമായിട്ടുള്ള വിഷമമായിരുന്നു. എന്നും ക്ലാസ് വിട്ട് വന്നതിന് ശേഷം വീട്ടിൽ വന്ന് കരയുകയും വിഷമം പറയുകയും ഒക്കെ ചെയ്യുമായിരുന്നു. ടോട്ടലി ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയാണ്. അപ്പൊ ഇത് കണ്ട് മാതാപിതാക്കള് ആ സ്കൂളുകാർക്ക് ഇമെയിൽ ഒക്കെ അയച്ചു. എന്റെ മകനെ നന്നാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ 7 ദിവസത്തെ സസ്പെൻഷൻ കൊടുത്തത്, അത് ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നു. പക്ഷെ അതിനുശേഷം നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പ്രവൃത്തി അവനെ മാനസികമായിട്ട് നല്ല രീതിയിൽ വിഷമിപ്പിക്കുന്നുണ്ട്, അതിനെതിരെ എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇമെയിൽ അയച്ചത്. പക്ഷേ ഇമെയിൽ അയച്ചിട്ടും സ്കൂളുകാർ അതിനെതിരെ ഒരു നടപടിയും എടുത്തില്ല. അതുകൊണ്ടാണ് മാതാപിതാക്കള് ഈ ജെം സ്കൂളിൽ നിന്ന് മിഹിറിനെ ഗ്ലോബൽ പബ്ലിക് സ്കൂളിലേക്ക് മാറ്റുന്നത്. അപ്പൊ ഈ ഗ്ലോബൽ പബ്ലിക് സ്കൂളിൽ വന്ന സമയത്ത് മിഹിറിന്റെ സ്കിൻ കളർ വെച്ച് വരെയാണ് അവിടുത്തെ വിദ്യാർത്ഥികൾ അവനെ ബുള്ളി ചെയ്യുന്നത്. ഒരു ഗ്യാങ് വിദ്യാർത്ഥികൾ, ഇപ്പൊ സ്കൂളുകളിലും ഉണ്ടല്ലോ ഗ്യാങ്സ്റ്റേഴ്സ്, ഗ്യാങ് ആയിട്ട് അങ്ങ് നടക്കുകയാണ്. കാരണം സ്കൂള് കഴിഞ്ഞ് വെളിയിൽ ഇറങ്ങി കഴിയുമ്പോൾ അവന്മാർക്ക് ഗുണ്ടാതലവന്മാരാവാൻ വേണ്ടിയിട്ടാണ്. നല്ല കാശുള്ള ആൾക്കാർ പഠിക്കുന്ന സ്കൂളാണ്. അപ്പൊ തീർച്ചയായിട്ടും ആ കാശിന്റെ തലക്കനം കാണിക്കും വിദ്യാർത്ഥികൾ. ചെറിയ പ്രായത്തിലുള്ള പിള്ളേരാണ്, 15 വയസ്സുള്ള പിള്ളേരുടെ ഇടയിൽ ഗ്യാങ്സ്റ്റേഴ്സ്. അങ്ങനെ ഒരു ഗ്യാങ് വിദ്യാർത്ഥികൾ ഇവനെ എപ്പോഴും ശല്യം ചെയ്യുകയും ഇവനെ കളിയാക്കുകയും ഇവനെ പുറകെ നടന്ന് നാണം കെടുത്തുകയും മോശക്കാരനായിട്ട് ചിത്രീകരിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. അതുകൊണ്ട് തീർന്നില്ല, മിഹിറിന്റെ തല ക്ലോസറ്റിനകത്തിട്ട് ഫ്ലഷ് ചെയ്യിക്കുകയും അതുകൂടാതെ തന്നെ ക്ലോസറ്റ് നക്കിക്കുക വരെ ചെയ്തെന്നാണ് പറയുന്നത്. അത്രയും വൃത്തികെട്ട രീതിയിൽ നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യമാണ് മിഹിറിന് അവിടെ നിന്ന് നേരിടേണ്ടി വന്നിട്ടുള്ളത്. അത്രയും മാനസികമായിട്ട് ആ കുട്ടി തളർന്നു പോയിട്ടുണ്ടായിരിക്കാം. ആ കാരണത്താലാണ് അവൻ ഇങ്ങനെ ഒരു അവിവേകം കാണിച്ചത്. വീട്ടിൽ വന്ന് മാതാപിതാക്കളോട് പറയാനുള്ള ഒരു മാനസികമായിട്ട് അവന് പറ്റിക്കാണില്ല. കാരണം ഒരു സ്കൂളിൽ നിന്ന് വേറൊരു സ്കൂളിലേക്ക് മാറ്റിയതേ ഉള്ളൂ. പെട്ടെന്ന് ഈ സ്കൂളിലും ഇതേ പ്രശ്നമാണ് എന്ന് മാതാപിതാക്കളോട് പറയുമ്പോൾ മാതാപിതാക്കൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം. മാനസികമായിട്ട് ടോട്ടലി തളർന്നിട്ടുണ്ടാകാം. എല്ലാം മൊത്തത്തിൽ താൻ പോകുന്ന സ്ഥലം മുഴുവൻ പ്രശ്നമാണല്ലോ എന്നുള്ള ചിന്താഗതി അവനെ വേട്ടയാടിയപ്പോഴാണ് അവൻ ഇനി ജീവിക്കണ്ട എന്നുള്ളൊരു തീരുമാനം എടുത്തിട്ടുണ്ടായിരിക്കുക. പക്ഷേ ഈ വിവരം സ്കൂളുകാരോട് പറഞ്ഞപ്പോൾ സ്കൂളുകാർ ഇത് ഒതുക്കി തീർക്കാനാണ് ശ്രമിക്കുന്നത്. 15 വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടികളുടെ മനസ്സിൽ ഇത്തരത്തിലുള്ള ചിന്താഗതികളാണ് വരുന്നത്. അവർ റാഗ് ചെയ്യിക്കുന്നു, അവര് കുട്ടികളെ സ്വന്തം ഒരേ പ്രായത്തിലുള്ള വിദ്യാർത്ഥിയാണ്, സഹപാഠിയാണ് എന്ന് പോലും ആലോചിക്കാതെയാണ് ഈ പരിപാടി കാണിക്കുന്നത്, സ്കിൻ കളർ പറഞ്ഞുകൊണ്ട്. എന്നിട്ട് മിഹിറിന് ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചു എന്ന് അറിഞ്ഞിട്ട് പോലും അതിന്റെ പേരിൽ പോലും പല വിദ്യാർത്ഥികളും അവനെ കളിയാക്കുന്ന രീതിയിലുള്ള മെസ്സേജുകളും ചാറ്റുകളും ഒക്കെ തന്നെ ഇപ്പൊ വന്നിട്ടുണ്ട്, പുറത്തു വരുന്നുണ്ട് അതിന്റെ സ്ക്രീൻഷോട്ടുകൾ. അപ്പൊ ഇത് പറഞ്ഞ് ഇപ്പൊ മിഹിറിന്റെ അമ്മ നമ്മുടെ മുഖ്യമന്ത്രിക്കും സംസ്ഥാന പോലീസ് അധികാരിക്കും കത്തയച്ചതോടു കൂടിയിട്ടാണ് ഈ വിവരം ഇപ്പൊ മാധ്യമങ്ങൾ മുഴുവൻ അറിഞ്ഞത്. ഇല്ലെന്നുണ്ടെങ്കിൽ ഈ വിവരം പുറം ലോകം അറിയില്ലായിരുന്നു. അപ്പൊ ഇത്തരം സാഹചര്യങ്ങൾ പല സ്കൂളുകളിലും നടക്കുന്നുണ്ട്. ഇതൊക്കെ തടയേണ്ട സ്കൂളുകാർ തന്നെ ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഗ്ലോബൽ പബ്ലിക് സ്കൂൾ പോലെയുള്ള സ്കൂളുകളിൽ നല്ല രീതിയിൽ കാശുള്ള ആൾക്കാരുടെ മക്കളായിരിക്കും പഠിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അവർക്ക് പൈസ എന്ന് പറയുന്ന ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ. നമ്മുടെ ഗവൺമെന്റ് സ്കൂളുകൾ പോലെയല്ല, പ്രൈവറ്റ് സ്കൂളുകളിലൊക്കെ തന്നെ
അവരൊരു കച്ചവടമാണ്. വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഒരു കച്ചവടമാണല്ലോ. അപ്പൊ പൈസ എന്ന് പറയുന്ന ഒരു കാര്യം മാത്രം ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ സ്കൂളുകളൊക്കെ തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത്തരം സ്കൂളുകളിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ മാക്സിമം ഒതുക്കി തീർക്കാനേ നോക്കത്തുള്ളൂ. ഇപ്പൊ മിഹിറിന് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായി. മിഹിറിന് സ്കൂളുകാരോട് ഇത് പറയാൻ പറ്റത്തില്ല. സ്കൂളുകാരോട് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ മിഹിറിനായിരിക്കും അതിന്റെ പണിഷ്മെന്റ് നേരിടേണ്ടി വരുന്നത്. ആ കുട്ടികൾക്ക് യാതൊരു രീതിയിലുള്ള പണിഷ്മെന്റും കൊടുക്കില്ല. അപ്പൊ സ്കൂളിലും മിഹിറിന് രക്ഷയില്ല. സ്കൂൾ അധികാരികളോടും പറയാൻ പറ്റില്ല. വീട്ടിൽ വന്ന് മാതാപിതാക്കളോട് പറയാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും മിഹിറിന്റെ ചിന്ത? ഒരു സ്കൂളിൽ നിന്ന് വേറൊരു സ്കൂളിലേക്ക് തന്നെ മാറ്റിയതേ ഉള്ളൂ, ഇവിടെയും പ്രശ്നമാണ് എന്ന് മാതാപിതാക്കളോട് പറഞ്ഞു കഴിഞ്ഞാൽ അവരെങ്ങനെ റിയാക്ട് ചെയ്യും? അങ്ങനെയൊക്കെ ആലോചിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നേരിടുന്ന വിദ്യാർത്ഥികളെ സ്കൂളുകാരോടൊന്നും പറയണ്ട, മാതാപിതാക്കളോട് ഓപ്പൺ അപ്പ് ചെയ്യുക, പറയുക, കാര്യങ്ങൾ തുറന്നു പറയുക, അല്ലാതെ ഉടനെ പോയി ഇങ്ങനെയൊന്നും കാണിക്കാതിരിക്കുക. മിഹിറിനെ നമുക്ക് കുറ്റപ്പെടുത്താൻ സാധിക്കത്തില്ല. 15 വയസ്സുകാരന്റെ മനസ്സിന് ഉണ്ടായ വേദന എന്തൊക്കെയാണെന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റില്ല. അത്രയും വലിയ വിഷമമായിരിക്കും അവന് നേരിടേണ്ടി വന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് കുട്ടികളുടെ മാനസികാവസ്ഥയിൽ ഉണ്ടാകുന്ന ആ ഒരു ഷിഫ്റ്റ് നിങ്ങൾ മനസ്സിലാക്കിക്കോ. കോളേജുകളിലൊക്കെ വരുമ്പോഴേക്കും ആയിരിക്കും ഒരു 18 വയസ്സൊക്കെ കഴിഞ്ഞ് കുറച്ച് മെച്യൂരിറ്റി എത്തുമ്പോഴായിരിക്കും ഈ വിദ്യാർത്ഥികൾ ഈ ഒരു രീതിയിലേക്ക് മാറാറുള്ളത്. പക്ഷെ ഇപ്പം 15 വയസ്സും 12 വയസ്സും ഒക്കെ പ്രായമേ ഉള്ളെങ്കിലും അവരുടെയൊക്കെ മൈൻഡ് സെറ്റ് ഈ രീതിയിലാണ് മാറുന്നത്. ക്രൂരമായിക്കൊണ്ടിരിക്കുകയാണ്. ഗുണ്ടകളുടെ കൂട്ടാണ് പെരുമാറുന്നത്. നമ്മുടെ നാട്ടിലെ ഗുണ്ടാതലവന്മാർ പോലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യില്ല. അത്തരത്തിലുള്ള മൈൻഡ് സെറ്റാണ് ഇപ്പോഴത്തെ കുട്ടികളുടെ ഉള്ളിൽ. ഇവരെ ശ്രദ്ധിക്കേണ്ടത് സ്കൂളുകാരാണ്. പക്ഷെ സ്കൂളുകാർ ശ്രദ്ധിക്കില്ല. വിദ്യ നേടാൻ പോയിട്ട് അവിടെ നിന്ന് അവന്മാർ കാണിക്കുന്ന പ്രവർത്തികൾ ഇങ്ങനെയൊക്കെയാണ്. ഈ പിള്ളേരെ ഒന്നും ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റില്ല. 15 വയസ്സേ പ്രായമുള്ളൂ എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. പണ്ടത്തെ 15 വയസ്സുകാരന്മാരല്ല ഇന്നത്തെ 15 വയസ്സുള്ള ആൾക്കാർ. പണ്ട് 23 വയസ്സുള്ളവരുടെ മെച്യൂരിറ്റി അല്ല ഇപ്പോഴത്തെ 23 വയസ്സുള്ളവർക്ക്. അതുകൊണ്ട് തന്നെ ഈ മെച്യൂരിറ്റി റിയലൈസ് ചെയ്യേണ്ടത് ഏജ് വെച്ചിട്ടല്ല. ഏജ് ഒരു മാനദണ്ഡമാക്കുകയേ ചെയ്യരുത്. 15 വയസ്സേ പ്രായമുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവർക്ക് കിട്ടാൻ പോകുന്ന ശിക്ഷ എന്ന് പറയുന്നത് വളരെ ചെറുതായിരിക്കും. അങ്ങനെയാകാൻ പാടില്ല. ഇത്തരത്തിലുള്ള വൃത്തികേടുകൾ കാണിക്കുന്നവർക്ക്, കാരണം 15 വയസ്സുള്ള ആൾക്കാർ കാണിക്കുന്ന പരിപാടിയാണോ ആ പിള്ളേർ കാണിച്ചത്? അല്ല. ആ വിദ്യാർത്ഥികൾ കാണിച്ചത് അല്ല. അങ്ങനെ അല്ലാത്തടത്തോളം അവർ ചെയ്ത പ്രവൃത്തിയുടെ ഗൗരവത്തിനനുസരിച്ചിട്ടുള്ള ശിക്ഷ വേണം അവർക്ക് കൊടുക്കാൻ. അവരാരും ആയിക്കോട്ടെ, ഏത് കാശുകാരന്റെ മക്കളും ആയിക്കോട്ടെ, പ്രവൃത്തി ചെയ്തതിനനുസരിച്ചിട്ടുള്ള ശിക്ഷ അവർക്ക് കിട്ടണം. 15 വയസ്സ് പ്രായമുള്ള ഒരു ചെറുക്കൻ, ആ ചെറുക്കൻ അനുഭവിച്ച വിഷമം, വേദന, മാനസികമായിട്ടുള്ള പ്രശ്നം, അതൊന്നും അവർ നേരിടേണ്ടി വരത്തില്ല. കാരണം അവർക്കതൊക്കെ തമാശയാണല്ലോ. അവൻ പോയി കഴിഞ്ഞാൽ അയ്യേ അവൻ പോയല്ലോ, ഇത്രയും ചെറിയൊരു കാര്യത്തിന് അവൻ പോയല്ലോ എന്നുള്ളൊരു മനോഭാവമാണ് ആ വിദ്യാർത്ഥികളുടെ ഉള്ളിൽ. അതായത് തങ്ങൾ അത് ചെയ്തത് കാരണമാണല്ലോ അവൻ അങ്ങനെ ചെയ്തത് എന്നല്ല ഇപ്പോഴും ചിന്തിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ സമൂഹത്തിന് ആപത്താണ്. മുളയിലേ നുള്ളണമെന്ന് പറയില്ലേ? നമ്മൾ ഏതെങ്കിലും ഒരു സാധനം കിളിച്ചു വരുന്ന സാധനത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നുള്ളിക്കളയുക തന്നെ ചെയ്യണം. ഇപ്പൊ കടുത്ത ശിക്ഷ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഈ 15 വയസ്സുള്ള ആ പിള്ളേരൊക്കെ തന്നെ വളർന്നു വരുമ്പോൾ ഇതിനേക്കാട്ടിൽ കൂടിയ ലെവലിലേക്ക് പോകും. ഗുണ്ടാ തലവന്മാർ വരെ ആകാനുള്ള സാധ്യതയുണ്ട്. അച്ഛനും അമ്മയൊന്നും ശ്രദ്ധിക്കുന്നില്ലല്ലോ. ഇതുപോലൊരു സ്കൂളിലേക്ക് പറഞ്ഞു വിട്ടു കഴിഞ്ഞാൽ എല്ലാം ആയി എന്നാണ് മിക്ക പേരൻസും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ മക്കൾ ചെയ്യുന്നതോ സ്കൂളിൽ ചെന്നിട്ട് ഗ്യാങ്സ്റ്റർ പരിപാടിയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതുപോലുള്ള സംഭവങ്ങൾ ഒരുപാട്, ഇപ്പോഴും പുറത്തു വരാത്ത ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. പല വിദ്യാർത്ഥികളും ഇങ്ങനെ സഹിക്കുന്നുണ്ടായിരിക്കാം. അപ്പൊ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിടുന്ന വിദ്യാർത്ഥികൾ മിണ്ടാതിരിക്കുകയല്ല ചെയ്യേണ്ടത്. മിണ്ടാതിരുന്ന് സഹിച്ചു കഴിഞ്ഞാൽ അവരെല്ലാം അവസാനിപ്പിച്ച് പോകുമെന്ന് വിചാരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലുമില്ല. ഇങ്ങനെയുള്ള അനുഭവങ്ങൾ നിങ്ങൾക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ മാതാപിതാക്കളോട് തുറന്നു പറയുക. അവർ ചിലപ്പോൾ എങ്ങനെ വേണമെങ്കിലും റിയാക്ട് ചെയ്തോട്ടെ, മാതാപിതാക്കളോട് തുറന്നു പറയുക. സ്കൂളുകാരോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. സ്കൂളുകാർ ഇതിനു വേണ്ടിയിട്ട് എന്തെങ്കിലും ആക്ഷൻ എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്കൂളുകാരോട് പറയാതെ മാതാപിതാക്കളോട് തുറന്നു പറയുക. എന്നിട്ട് എന്താണോ വേണ്ടത് ആ കാര്യങ്ങൾ ചെയ്യുക. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യമില്ല, നമുക്ക് പോയി, നമ്മുടെ അച്ഛനും അമ്മയ്ക്കും പോയി. അല്ലാതെ നമ്മളെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും കിട്ടുമോ? എന്തെങ്കിലും ശിക്ഷ കിട്ടുമോ? ഇല്ല. നമ്മൾ ജീവിച്ചാണ് അവരെ കാണിച്ചു കൊടുക്കേണ്ടത്. അല്ലാതെ ആ ഒരു വിഷമത്തിൽ സൈക്കോളജിക്കലി നമുക്ക് വിഷമം ഉണ്ടായിരിക്കാം, വേദന ഉണ്ടായിരിക്കാം. പക്ഷെ അതൊക്കെ ഓവർകം ചെയ്യാൻ നമ്മൾ തയ്യാറാകണം. നമ്മളെ അടിച്ച് താഴെ ഇടാൻ നോക്കുന്നവരുടെ മുമ്പിൽ നമ്മൾ ജീവിച്ച് കാണിക്കുകയാണ് ചെയ്യേണ്ടത്. ഏതായാലും ഇത്തരം സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ വിഷമമുണ്ട്. ഈ രീതിയിലാണ് ഇപ്പോഴത്തെ കുട്ടികളുടെ മൈൻഡ് സെറ്റ് പോകുന്നത്. നമ്മുടെ നാട്ടിലെ കുട്ടികളുടെ മൈൻഡ് സെറ്റ് ഈ രീതിയിൽ മാറുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരെ കുട്ടികളായിട്ട് പരിഗണിക്കേണ്ട കാര്യമില്ല. കുട്ടികൾ ചെയ്യുന്ന പ്രവർത്തികൾ ചെയ്യുമ്പോഴാണ് കുട്ടികളെ കുട്ടികളായിട്ട് പരിഗണിക്കേണ്ടത്. മുതിർന്നവർ ചെയ്യുന്ന പ്രവൃത്തിയാണ് കുട്ടികൾ കാണിക്കുന്നുണ്ടെങ്കിൽ അവർ മുതിർന്നു പോയി. അപ്പോൾ മുതിർന്നവർക്ക് കൊടുക്കുന്ന ശിക്ഷ തന്നെ ഇവന്മാർക്ക് കൊടുക്കണം, ഈ പിശാചുകൾക്ക്.
ചെകുത്താന്മാർക്ക്. എങ്കിൽ മാത്രമേ ഇതൊക്കെ നമുക്ക് അവസാനിപ്പിക്കാൻ പറ്റത്തുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ ഇവന്മാർ ഇനിയും വെളിയിലിറങ്ങി ഇതിനെക്കാട്ടിലപ്പുറം പരിപാടി കാണിക്കും.